എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ കിടക്കണം കേട്ടോ. ഇതാണ് വീട്ടിലെ ഓണപ്പൂക്കളം. ഒരു കുഞ്ഞു പൂക്കളം മോളുടെ ആഗ്രഹത്തിന് മോളിട്ടതാട്ടോ. പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇന്നത്തെ ഓണങ്ങളൊന്നും. പണ്ട് കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ പട്ടിണിയും ബുദ്ധിമുട്ടും ദാരിദ്ര്യം കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന ഓണത്തിനായിരുന്നു. ഇന്ന് പാകതിയൊന്നും ആർക്കുമില്ല. ഇന്ന് എല്ലാ വീട്ടിലും ഓണം തന്നെ, എല്ലാ ദിവസവും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പോലും ഒരു ദിവസം ഓണം ആഘോഷിക്കണമെന്ന് വെച്ചാൽ സാധിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. ഇപ്പോൾ എല്ലാവരും ഓണത്തിന് സദ്യ കഴിക്കാൻ പുറത്തു പോകുന്നുണ്ട്. പണ്ടൊന്നും നമ്മൾ ഓണസദ്യ പുറത്തു പോയി കഴിക്കാറില്ലല്ലോ. അപ്പോൾ കാലങ്ങൾ കുറേ മാറി. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ദിവസത്തെ ആ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ഈ ഓണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മളുടെ സഹോദരങ്ങൾ എത്രയോ പേര് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിട്ട് അതിൻ്റെ വേദനയുടെ ഓരോ ഓണമാണ്. അതുകൊണ്ട് ആരും അധികം ഓണമൊന്നും ആഘോഷിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. എന്നാലും മക്കളുടെയൊക്കെ സന്തോഷത്തിന് നമ്മൾ വീട്ടിലെ ഒരു പൂക്കളമൊക്കെ ഇട്ട് ഒരു കുഞ്ഞു സദ്യയൊക്കെ ഒരുക്കി ഓണം ആഘോഷിക്കുന്നു. ആ വേദനിക്കുന്നവരുടെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഈ ഓണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് പൂക്കൾ. 10 ദിവസം അത്തപ്പൂക്കളം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഉത്സവം തന്നെയായിരുന്നു. എന്നിട്ടുള്ള ഒരു ഓണസദ്യ, ഒരു ഓണക്കോടി, ഇതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഇന്ന് അതെല്ലാം കുറേയെങ്കിലും മാഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും അതുള്ള വീടുകളും ഉണ്ട്. എല്ലാവരും കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയല്ലെങ്കിൽ പോലും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഓണാഘോഷങ്ങളായി തീരട്ടെ. Bye.